ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കക്കാറച്ചി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെച്ചൊന്ന് റോസ്റ്റ് അടിച്ചാലോ. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് വയറ് കേടാവുന്നതാണ്. അപ്പൊ ഈ ഒരു സാധനം കിട്ടാം, പച്ച. ഈ ഒരു സാധനം നമ്മൾ മസ്റ്റായിട്ടും എടുത്ത് കളയണം, അല്ലെങ്കിൽ വയറിന് പ്രശ്നം വരും. എല്ലാവർക്കും ഇല്ല, ചില സെൻസിറ്റീവ് ആയിട്ടുള്ള വയറിന് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള ചാൻസ്. അപ്പൊ ഇത് നമ്മൾ എടുത്ത് ഇതിനെല്ലാം കളഞ്ഞിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. 2000 years later. എല്ലാം ഇതിൽ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അത് എടുത്തു കളഞ്ഞതിന്റെ വേസ്റ്റാണ്. ഇതാണ് ആ സംഭവം. നല്ലോണം നല്ല ക്ലിയർ വാട്ടർ ആവുന്നിടം വരെ നമ്മൾ കഴുകിയെടുക്കും. അങ്ങനെ കക്കാറച്ചിയൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ചട്ടി അങ്ങോട്ട് ചൂടായി വരുന്നതേ ഉള്ളൂ. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. എണ്ണ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. കടുക് ഇടുവാണേ 1/2 ടീസ്പൂണോളം. അപ്പോൾ അതൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് തേയിലയും ജീരകം. തീ കുറച്ച് വെക്കണം. കടുകും ജീരകവും നല്ലോണം മൂട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഈ എടുത്തു വെച്ചേക്കുന്ന സവാളയും ചെറിയുള്ളിയും പച്ചമുളകും കുരുമുളകും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാതെ, ഇതിനകത്ത് ചെറിയുള്ളി ഒരു 15 എണ്ണം, ഒരു 2 ചെറിയ സവാള, ഒരു പച്ചമുളക്, ഒരു വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം ഇട്ട് നമ്മൾ നല്ല മൂപ്പിച്ചെടുക്കാൻ പോകണം. ഉപ്പും കൂടെ നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഉള്ളിയൊക്കെ നല്ലോണം വരണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നതാണ് തേങ്ങാക്കൊത്ത്. അതൊന്ന് വറുത്തെടുക്കണ്ട, ഒരു മൊരിച്ചെടുക്കാന്ന് പറയും. അല്ല, മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് നുള്ളു മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഇത് 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മറിച്ച് ഈ പച്ചപ്പൊക്കെ മാറുന്നിട വഴറ്റി. അപ്പൊ നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൊറിയൻഡർ പൗഡറും മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതായത് മല്ലിപ്പൊടി മാത്രമേ ഇട്ടു. മല്ലിപ്പൊടി എല്ലാം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കക്കാറച്ചി നമ്മൾ അങ്ങോട്ട് തട്ടുവാണ് ഇതിലോട്ട് നല്ലോണം കൂടെ ഈ ഇളക്കുക. ഇതിപ്പോ കണ്ടാ, ഞാൻ അത്രയും മസാല ഇട്ടിട്ടും ഒരു വൈറ്റ് കളറിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഉപ്പിടുക, ശേഷം മുളക് പൊടിയും കൂടെ. ഇപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം, ഒരു 5 മിനിറ്റ്. 2000 years later. അങ്ങനെ നമ്മുടെ കക്കാറച്ചി റോസ്റ്റ് ഇതാ റെഡിയായി. അടിപൊളിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചോറിലങ്ങനെ ഇളക്കി കഴിച്ചാൽ സെറ്റ്.